ശ്രദ്ധ കിട്ടാൻ വേണ്ടി പോക്കിരിത്തരം കാട്ടുന്ന കുറെ കുട്ടികളുണ്ട്. ഞാൻ പറഞ്ഞാൽ 3 പോയിന്റ് മറക്കരുത്. ഒന്ന്, 4-ാം വയസ്സിലും കുസൃതിയും വികൃതിയും കാണിക്കുന്നു. അത് മറ്റൊരാൾക്ക് വേദനയാകും വിധത്തിലാകുന്നു. അവൻ്റെ അവന് മേടിച്ചു കൊടുത്ത ടോയ്സ് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലുള്ള പരിപ്പ് എടുക്കണതൊന്നും അങ്ങനെ വികൃതിയായിട്ട് കൂട്ടരുത്. അവൻ്റെ ഒരു ഗവേഷണ ബുദ്ധിയാണത്. ചെറുപ്പം മുതൽ അത്തരം ഗവേഷണങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ നല്ല മെക്കാനിക്കായിട്ടാണ് മാറുക. ശരിക്കും അവരുടെ ഭാവി ആ വിധത്തിലാണ് പോവുക. 19 പെൺകുട്ടികൾക്ക് പാവ വാങ്ങി കൊടുക്കണം എന്ന് പറയണില്ലേ? എന്തിനാ? ആ പാവയെ വളർത്തണം, താരാട്ട് പാടണം, നെഞ്ചോട് ചേർത്തിട്ട് പാല് കൊടുക്കണം, പാവയോട് വർത്താനം പറയണം. പിന്നീട് ഒരു ഉമ്മയാവേണ്ട അവർക്ക് അത് ചെറുപ്പത്തിൽ തന്നെ ലഭിക്കുന്ന നല്ലൊരു പ്രാക്ടീസ് ആയിരിക്കും. അവന് കൊടുക്കുന്ന ടോയ്സ് നശിപ്പിക്കുന്നതൊന്നും പ്രത്യേകിച്ചൊരു ശിക്ഷ കൊടുക്കേണ്ട കേസൊന്നുമല്ല. വേറൊന്നും മേടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. പഠിക്കാൻ പറയുന്ന പ്രൊഫസർ ശിവദാസിന്റെ പുസ്തകം വായിച്ചു നോക്കൂ. നമ്മുടെ കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കൂ. കുറേ സയന്റിസ്റ്റുകൾ ചെറുപ്പത്തിൽ കാണിച്ച കുറേ കുസൃതികൾ അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട്. തോമസ് ആൽവ എഡിസൺ 500ഓളം കണ്ടെത്തൽ നടത്തിയ ആളാണ്. കോഴിക്ക് മുട്ട വിരിക്കാൻ വെച്ച് ആ കോഴി എഴുന്നേറ്റ് പോകുമ്പോൾ അതിൽ കയറിക്കിടക്കുന്നത് പോലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോഴേ ബുൾസായിട്ടുണ്ടാവും എല്ലാ മുട്ടയും. അത് മറ്റൊരു കാര്യം. അദ്ദേഹം ഒരു ചെറുപ്പത്തിൽ കുസൃതി നടത്തിയതുകൊണ്ടാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചു പോണത്. ഈ വാലുള്ള ഒരു പ്രത്യേകം പാത്രം ഉണ്ടല്ലോ, ചായ കൊഴിക്കാൻ പറ്റുന്ന, അതിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചു അദ്ദേഹത്തിന്റെ മാതാവ്. അതിൻ്റെ ആ വാലിലൂടെ അങ്ങനെ നീരാവി പോകുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് കൗതുകം തോന്നി. അദ്ദേഹം എന്തോ ഒരു വസ്തു എടുത്തിട്ട് അതവിടെ അമർത്തി വെച്ചു. അതോടുകൂടെ അങ്ങനെ അടപ്പ് പടക്കാൻ തുടങ്ങി. പിശാച്ചാണെന്ന് പേടിച്ചു അയാൾ ആദ്യം. ചെയ്ത്താനാണോ? പിന്നെ മൂപ്പര് ലോജിക്കായിട്ട് ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ അടപ്പ് തുറന്നിരിക്കുന്ന സമയത്ത്, ഓട്ടുള്ള സമയത്ത് കയറാത്ത ചെയ്ത്താൻ അടച്ചപ്പോഴെങ്ങനെ കയറിയതെന്ന് മൂപ്പർക്ക് തോന്നി. അവർ പതിയെ ധൈര്യം സംഭരിച്ച് ഇങ്ങനെ വന്നു. അപ്പോൾ ഈ വാല് അടച്ചു വെച്ച കാരണത്താലെ നീരാവിയുടെ പ്രഷർ കൊണ്ടാണ് അടപ്പിളകിക്കൊണ്ടിരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി ചെറിയ പ്രായത്തിൽ. അതാണ് പിന്നീട് ആവിയന്ത്രം കണ്ടുപിടിക്കാൻ വേണ്ടി മൂപ്പർക്ക് പ്രചോദനമായത്. ആ ആവിയന്ത്രത്തിന്റെ വികസിത രൂപമാണ് ഇന്നത്തെ എല്ലാ വാഹനങ്ങളും.